സമാധാനം പുലർന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ വച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. പുറത്തു വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കാത്തതാണ്. കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സൈന്യമോ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഉധംപൂരിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരിക്കുന്നു. ഉധംപൂർ വ്യോമ മേഖലയിൽ ഡ്രോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇത് നമ്മൾ വീണ്ടും എടുത്തു പറയുന്നു, ഇത് സൈന്യമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. എന്നാൽ നാഷണൽ മാധ്യമങ്ങളടക്കം, ദേശീയ മാധ്യമങ്ങളടക്കം ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിർജീവമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും രാത്രിയിൽ ഏകദേശം 7 മണി മുതൽ പുലർച്ചെ വരെ ഡ്രോണുകളുടെ സാന്നിധ്യം ശക്തമായിരുന്നു. അതിനെല്ലാം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് സൈന്യം നേരിട്ടത്. ഒരൊറ്റ ഡ്രോൺ മാത്രമാണ് ഇന്ത്യയുടെ മണ്ണിലേക്ക് വീണത്. ബാക്കി ഡ്രോണുകളെല്ലാം നിർവീര്യമാക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോഴും ഈ പറയുന്ന വെടിനിർത്തൽ കരാർ വന്നിരിക്കുന്നു. ഇനി വെടി ഉതിർക്കില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിർത്തിയിൽ വെടിയൊച്ചകൾ കേൾക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ശ്രീനഗറിലും ജമ്മുവിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ശ്രീനഗറിൽ ഒന്നിലേറെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഫോടനങ്ങൾ നടന്നതായി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സ്ഫോടനങ്ങൾ നടന്നതായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയെങ്കിൽ, കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ സമാധാനത്തിൻ്റെതാണ്, അതിർത്തിയിൽ സമാധാനം പുലരുന്നു എന്ന് നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ അവർ അതിൽ നിന്നും പിന്മാറുന്നില്ല. അവർ അതിർത്തിയിൽ പ്രകോപനം വീണ്ടും തുടങ്ങുന്നു എന്ന സൂചനകൾ നമുക്ക് നൽകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്ഫോടനങ്ങൾ നടന്നതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുകയാണ്. ശ്രീനഗറിലും ജമ്മു കാശ്മീരിലും വൻ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി എന്നുള്ളതും വരുന്നു. ജമ്മു മേഖലയിൽ ഷെല്ലാക്രമണം നടന്നു എന്നും വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. അമേരിക്കയുടെ ഇടപെടൽ, ട്രംപിൻ്റെ ഇടപെടൽ, ലോകരാജ്യങ്ങളുടെ ഇടപെടൽ, ലോകരാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളുടെ ഇടപെടൽ ഈ വെടി നിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ വെടിവയ്ക്കില്ല അല്ലെങ്കിൽ വെടി ഉതിർക്കില്ല, സമാധാനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാമെന്ന് പാകിസ്ഥാൻ പറയുകയും ഇന്ത്യയും പറയുന്നുണ്ട് അത്തരത്തിൽ പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ ഇനി തിരിച്ച് ഞങ്ങൾ അടിക്കില്ല എന്ന് ഇന്ത്യയും പറയുമ്പോൾ അത് പാകിസ്ഥാൻ എത്രയേറെ ഇനി അത് ശരിവയ്ക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ എത്ര നേരം അതിനെ പിടിച്ചു വയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അതിർത്തിയിൽ വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടാനാണ് പാകിസ്ഥാൻ്റെ തീരുമാനമെങ്കിൽ ഇന്ത്യ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി തിരിച്ച് ആക്രമിച്ചതുപോലെ ആയിരിക്കില്ല, അതിശക്തമായ ഒരു ആക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ പറയുന്നുണ്ടെങ്കിലും ഇത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. സേന സ്ഥിരീകരിക്കണം, കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കണം. അപ്പോൾ മാത്രമേ ഈ വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയുള്ളൂ. അനൂപ്, ഇത് സ്ഥിരീകരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ജമ്മു കാശ്മീരിലെ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇഷാഖ് ദർ ഈ സമാധാന ശ്രമങ്ങൾ ഫലം കണ്ടു എന്ന് പറഞ്ഞ് നൽകിയ എക്സ്പോസ്റ്റിൽ സമാധാനത്തിനാണ് പാകിസ്ഥാൻ മുൻഗണന നൽകുന്നത് എന്ന് പരാമർശിച്ചിരുന്നു. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ഒരു പ്രഷറോടുകൂടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സമാധാന ശ്രമം പുലർന്നു എന്ന തരത്തിൽ നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ നഗ്നമായ ലംഘനമെന്നാണ് ഈ വാർത്തകൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തരത്തിൽ തന്നെയല്ലേ പോകുന്നത്? തീർച്ചയായും ഇപ്പോൾ ശക്തമായ മറുപടി നൽകാൻ BSFന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് അതിർത്തിയിൽ തന്നെയാണ്, അതിർത്തിയിൽ പാക് പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. BSFന് ശക്തമായ തിരിച്ചടി നൽകണം എന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ബാരാമുള്ള, കത്വ, ഉധംപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലെ ബാർമിറിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ പ്രധാനപ്പെട്ട 4 ഇടങ്ങളിലേക്ക് ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ വീണ്ടും അതിർത്തി ലംഘിച്ച് ഇന്ത്യയുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ എന്തായാലും ആ ആകാശത്ത് വച്ച് തന്നെ നിഷ്പ്രഭമാക്കും എന്നതിന് വേറെ ഒരു സംശയവുമില്ല. പക്ഷേ
ഇത്തരത്തിൽ ഇന്ന് വൈകുന്നേരം ഒരു സമാധാനത്തിൻ്റെ ഒരു കാറ്റ് വീശിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പാക് സംഘർഷത്തിന് അയവ് വരുന്നു, അല്ലെങ്കിൽ ഇനി സംഘർഷം ഉണ്ടാകില്ല, ഇനി നമുക്ക് മുന്നോട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ള ഒരു സമാധാനത്തിൻ്റെ കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ തന്നെ അത് ലംഘിക്കുന്നു. അത് ലംഘിക്കുന്ന പാകിസ്ഥാന് ഇനി വരുന്ന മണിക്കൂറുകൾ ഒരുപക്ഷെ നിർണായകമായിരിക്കും. പാകിസ്ഥാൻ തന്നെ ഇതിൻ്റെ മറുപടി ഒരുപക്ഷെ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഈ വാർത്തകൾ വച്ച് പറയാൻ കഴിയുക. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് BSF ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. പഞ്ചാബിലെ ഫിറോസ്പൂരിലും ഹോഷിയർപൂരിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇന്നലത്തെ അതേ സമയം ഇപ്പോൾ മണി 9:12 ആയിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 7-8 മണിയോടുകൂടിയാണ് പാക് ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയത്. ഈ സമയത്തൊക്കെ ശക്തമായ ആക്രമണം അവിടെ നടന്നിരുന്നു. ആ ആക്രമണങ്ങളെല്ലാം ഇന്ത്യൻ സേന പ്രതിരോധിക്കുന്നു. ഇപ്പോൾ കൃത്യം 9 മണിയോടുകൂടി പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലോകരാജ്യ നേതാക്കൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ, ഈ ഇടപെടലുകളെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ സേനാ മേധാവികൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. ഇന്ത്യ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരുന്നു ഇനി ഒരു തിരിച്ചാക്രമണം ഉണ്ടാകില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം ഉണ്ടാവാത്ത കാലത്തോളം അല്ലെങ്കിൽ സമയത്തോളം തിരിച്ചടിക്കില്ല എന്ന് കൃത്യമായി ഇന്ത്യ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ആക്രമണം അഴിച്ചു വിടുകയാണെങ്കിൽ ഈ തിരിച്ചടിയുടെ വ്യാപ്തി അതൊരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ഒരു വലിയ തിരിച്ചടി തന്നെ ഒരുപക്ഷെ പാകിസ്ഥാന് നൽകേണ്ടി വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴുള്ളത്.